നമസ്കാരം. കേരള കുരുക്ഷേത്രത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന 20 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് കേരള കുരുക്ഷേത്രത്തിൻ്റെ യാത്ര. ഇന്ന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കാൽ നൂറ്റാണ്ട് കാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ UDFിൻ്റെ കുത്തക മണ്ഡലമാണ് തൃശ്ശൂർ. എന്നാൽ ഇത്തവണ മികവുറ്റ പ്രതിച്ഛായയുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക വഴി മെച്ചപ്പെട്ട മത്സരത്തിന് വേദിയായി മാറിയിരിക്കുന്നു തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. കുരുക്ഷേത്രം ചർച്ച ഇവിടെ തുടങ്ങുകയാണ്. നിലപാടുകൾ വിശദീകരിക്കാൻ, വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ DCC ജനറൽ സെക്രട്ടറി ശ്രീ ജോൺ ഡാനിയൽ, ശ്രീ PK ഷാജൻ, LDFിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ശ്രീ രവികുമാർ, NDAയുടെ പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോൺ ഡാനിയൽ, തൃശ്ശൂരിൻ്റെ ചരിത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപകാല ചരിത്രം ഒന്നാകെ കോൺഗ്രസിനൊപ്പം നിലകൊണ്ടതാണ്. എന്നാൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ആകെ തന്നെ വിലയിരുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ഇപ്പോൾ തൃശ്ശൂർ മാറിക്കഴിഞ്ഞു. VS സുനിൽകുമാർ എന്ന ഏറ്റവും പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക വഴിയാണ് അത് സംഭവിച്ചത്. നിങ്ങൾക്ക് ഇത്രമേൽ ആത്മവിശ്വാസമുള്ള മണ്ഡലത്തിൽ പോരാട്ടം ഇത്ര കടുത്തതാവുന്നത് എങ്ങനെയാണ്? പോരാട്ടം എല്ലാ മണ്ഡലത്തിലെ പോലെ ഇവിടുത്തെ കടുത്ത പോരാട്ടം തന്നെയാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു UDF അനുകൂല ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ്. ചരിത്രം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായും തൃശ്ശൂരിൻ്റെ മണ്ണിൻ്റെ മണമുള്ള ലീഡറുടെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ ഇവിടെ മത്സരിക്കുമ്പോൾ ഈ തൃശ്ശൂരടക്കമുള്ള ജില്ലകളിൽ വികസനങ്ങളുടെ ഒരു കുതിപ്പ് നടത്തിയ ലീഡർ മകൾ, ആ ലീഡർ മകൾ നേരത്തെ ഇവിടെ തേറമൽ രാമകൃഷ്ണൻ MLA അടക്കമുള്ളവരുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചവ ഇനി പൂർത്തീകരിക്കാനുള്ളവ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയും തൃശ്ശൂർ വികസിക്കേണ്ടതുണ്ട്. അത് റോഡിൻ്റെ വികസനമായാലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും മറ്റ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വികസനം, ആ വികസനം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് പത്മജ വേണുഗോപാലിവിടെ മത്സരിക്കുന്നത്. വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും UDFിനില്ല. PK ഷാജൻ, ഇക്കാര്യത്തിൽ ഇത് UDFിൻ്റെ മണ്ഡലമാണ്. കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മറ്റൊന്ന്, തൃശ്ശൂർകാർക്ക് ലീഡർ എന്നത് പ്രധാനപ്പെട്ട വികാരങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൾ മത്സരിക്കുന്നത് വീണ്ടും അവർക്കൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഒന്ന് UDFിൻ്റെ മണ്ഡലവും. നിങ്ങൾക്കിവിടെ എന്ത് ആത്മവിശ്വാസമാണുള്ളത്? തൃശ്ശൂർ മണ്ഡലം UDFിൻ്റെ കുത്തകയാണ് എന്നത് ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഡോക്ടർ AR മേനോൻ, പ്രൊഫസർ മുണ്ടശ്ശേരി മാഷ്, C അച്യുതമേനോൻ, EK മേനോൻ, MK കണ്ണൻ എല്ലാവരും തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പാരമ്പര്യമുള്ള ഈ മണ്ണ് UDFിൻ്റെ കുത്തകയാണ് എന്ന് അവകാശപ്പെടുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ സമരമാണ്. ജനങ്ങളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. 25 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA നല്ല പ്രവർത്തിച്ച് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് സത്യസന്ധമായി വിലയിരുത്തുന്ന ഒരാൾക്ക് ഒരു MLAയുടെ 25 കൊല്ലക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് തപ്പി നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു MLAക്ക് ഒരു വർഷത്തിൽ 5 കോടി രൂപ വികസന ഫണ്ടായിട്ടുണ്ട്. 25 കൊല്ലം MLA ആയിരുന്നപ്പോൾ എത്ര കോടി ഈ മണ്ഡലത്തിന് ലഭിച്ചു എന്നറിയാം. ഇത് എവിടെ ചെലവഴിച്ചു, എവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് നമ്മൾ നല്ലപോലെ പരിശോധിക്കണം. NDA സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ ശ്രീ രവികുമാർ, ഇത് UDFിന് ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഒപ്പം കൂട്ടാൻ അവർ വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണിത്. അവിടെ നിൽക്കട്ടെ, സുനിൽകുമാറിനെ അവതരിപ്പിക്കുക വഴി മത്സരത്തിൻ്റെ ഫലം എന്താണെന്നത് പ്രവചനാതീതമാക്കി മാറ്റിയിരിക്കുന്നു LDF. ആ നിലയ്ക്കുള്ള മത്സരമുണ്ട്. എന്തായാലും നിങ്ങളുടെ സ്പേസ് എന്താണ്? BJPയെ സംബന്ധിച്ചും NDA മുന്നണിയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെയുള്ള രാഷ്ട്രീയ മാനം തന്നെ തൃശ്ശൂർ വളരെ പ്രതിഫലിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, കാൽ നൂറ്റാണ്ട് കാലം ഈ നിയമസഭയെ പ്രതിനിധീകരിച്ചു എന്ന് പറയുന്ന MLAക്ക് ഏതെങ്കിലും രംഗത്ത് വികസനപരമായി എന്തെങ്കിലും കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. ഇവിടെ സൂചിച്ച പോലെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ മണ്ഡലമല്ല, പക്ഷേ നമ്മുടെ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കോൾനിലങ്ങൾ, കൃഷി നമുക്കറിയാം. ആ കൃഷി യഥാവിധി കോൾനിലങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട് വിനിയോഗിക്കാൻ പോലും ശരിയായ ചെയർമാനെ വയ്ക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം,
നാം ആഗ്രഹിക്കുന്നു ഈ നഗരത്തിൻ്റെ മാലിന്യമുക്തമായിട്ടുള്ള നഗരമാക്കി മാറ്റണം. കാരണം സാംസ്കാരിക തലസ്ഥാനം എന്നാണ് തൃശ്ശൂർ വിശേഷിക്കപ്പെടുന്നത്. സ്വാഭാവികം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? വൃത്തിയും വെടുപ്പുമുള്ള ഒരു നഗരമാകണം എന്നാണ്. പക്ഷേ തൃശ്ശൂർ നഗരത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരുന്നു? പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ കോർപ്പറേഷൻ സംസ്ഥാനം ഭരിക്കുമ്പോൾ തികഞ്ഞ പരാജയമാണ്. 4 നൂറ്റാണ്ടുകളോളം നിങ്ങൾ ഇവിടെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി സമയം വേണമെന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കുടിവെള്ള പ്രശ്നം, കോൾപ്പാട മേഖലയുടെ വികസനം, സാംസ്കാരിക നഗരി എന്ന നിലയ്ക്ക് തൃശ്ശൂരിൻ്റെ നവോത്ഥാനം, ഇതൊക്കെ ഇനിയും ഞങ്ങൾക്ക് സമയം വേണം, തുടങ്ങി വെച്ചവ പൂർത്തീകരിക്കാൻ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പൂർത്തീകരിക്കാൻ സമയം തന്നെ വേണം. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം കുടിവെള്ള പ്രശ്നം ഉണ്ടായെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞൊരു മാസം പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. പക്ഷേ ആ കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ ബദൽ സംവിധാനം സ്വീകരിക്കണം. കുടിവെള്ളക്ഷാമം എപ്പോഴും ഉണ്ടാകും. കാരണം പൈപ്പ് പൊട്ടൽ ഒരു തുടർക്കഥയാണ്. തൃശ്ശൂരിൽ നിന്ന് പിന്നെ പീച്ചിയിൽ നിന്ന് വരുന്ന പൈപ്പിൽ നിന്നാണ് ഇവിടെ എത്തിക്കുന്ന പൈപ്പിൽ നമുക്ക് വെള്ളം കിട്ടുന്നത്. ആ പൈപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലുണ്ടാവാറുണ്ട്. 1-2 ദിവസമൊക്കെ വെള്ളം മുടങ്ങാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മാസം തുടർച്ചയായി കനത്ത കുടിവെള്ളക്ഷാമം ഉണ്ടായി. ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ കോർപ്പറേഷൻ പരാജയപ്പെട്ടു. അവിടെയാണ് പ്രശ്നം. ഒരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ ആ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ആകെ കുടിവെള്ള വിതരണം സ്വന്തമായി നടത്തുന്ന നഗരസഭയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന നഗരസഭയാണ് കോർപ്പറേഷൻ. അപ്പോൾ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ബദൽ സംവിധാനം ഒരുക്കി കുടിവെള്ളം എത്തിക്കുന്ന അവർ പരാജയപ്പെട്ടതാണ് ആ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം. കെ ഷാജൻ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഈ സർക്കാർ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് തന്നു എന്നതും ജനം വിലയിരുത്തുന്നു. അപ്പോൾ കൂടുതൽ പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുതൽ ബൈപ്പാസ് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുതൽ മേൽപ്പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിയിലൂടെ മെട്രോ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തി. കണ്ണൂർ വിമാനത്താവളം ഇവിടെ എത്തി. 4 നൂറ്റാണ്ട് കാലം മലയാളിയുടെ പ്രതീക്ഷ മാത്രമായിരുന്ന വിഴിഞ്ഞത്ത് തറക്കല്ലിട്ടു. ആ നിലയിലുള്ള മുന്നേറ്റവും ജനത്തിന് നേരിട്ട് ഫീൽ ചെയ്യുന്നത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനും കിട്ടും വോട്ട് വിവാദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്നാണ്. ഒറ്റവാക്കിൽ ഇത് UDF ഗവൺമെൻറ് ഉണ്ടാക്കിയ പദ്ധതിയാണെന്ന് തോന്നും ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതികളെല്ലാം എന്നത് വിസ്മരിക്കരുത്. ഒന്ന്. മറ്റൊന്ന്, നാട്ടിൽ പല കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഗതാഗത കുരുക്കാണ്. ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ 5 മേൽപ്പാലങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. 140 കോടി രൂപ അതിനുവേണ്ടി പദ്ധതിയിൽ വകയിരുത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയി. ഈ 5 മേൽപ്പാലം പണിതിരുന്നുവെങ്കിൽ, പടിഞ്ഞാറെ കോട്ടയടക്കമുള്ള മേൽപ്പാലം പണിതിരുന്നു എങ്കിൽ തൃശ്ശൂരിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ MLA ആയിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ അവർ ഇവിടെ അന്ന് MP കോൺഗ്രസ് ആയിരുന്നു, കേരളം കോൺഗ്രസ് ആയിരുന്നു, കേന്ദ്രം കോൺഗ്രസ് ആയിരുന്നു. ഈ 140 കോടി രൂപ തൃശ്ശൂരിന് തന്ന് തൃശ്ശൂരിൻ്റെ ഏറ്റവും ഗൗരവപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിയമസഭയ്ക്കകത്ത് ഒരര വാക്ക് ഈ 25 കൊല്ലം MLA ആയിരുന്ന ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആ കാര്യത്തിന് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി അദ്ദേഹം ഈ പടിഞ്ഞാറെ കോട്ടയിൽ നിന്ന് പോകുമ്പോൾ ഗതാഗത കുരുക്ക് കണ്ടപ്പോൾ പറയാം, ഇവിടെ ഒരു മേൽപ്പാലം പണിതിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കുമായിരുന്നല്ലോ എന്ന് തേറമ്പിലിനോട് ചോദിച്ചപ്പോൾ അത് ശരിയാ എന്ന് അംഗീകരിച്ചത് നമ്മൾ കേട്ടില്ലേ? വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ BJP, അതാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. കേരളത്തിൽ 60 വർഷക്കാലം ഇടതു വലത് മുന്നണികൾ ഭരിച്ചു. നാടിൻ്റെ പുരോഗതി എവിടെയും എത്തിയില്ല. പകരം ഞങ്ങൾക്ക് അവസരം തരണമെന്ന്. നിങ്ങൾക്ക് അവസരം തന്ന നാടുകളുടെ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇപ്പോൾ ഗുജറാത്തുമായി താരതമ്യ പഠനം നടത്തിയാൽ 3 ടേം നിങ്ങളവിടെ ഭരിക്കുകയായിരുന്നു. സാമൂഹ്യ ജീവിത പശ്ചാത്തലം എവിടെയാണ് ഗുജറാത്തിൻ്റേത്? ശൗചാലയങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ ഒക്കെ 60 വർഷം ഇങ്ങനെ വന്ന കേരളത്തെക്കാളും പിന്നിലാണ് ഗുജറാത്ത്. വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ വികസനം വഴിമുട്ടി നിങ്ങൾ പറയാൻ കാരണം. ഞാനിത് പറയുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ഇടത് വലത് മുന്നണികളുടെ പ്രകടന പത്രിക അവരുടെ പത്രങ്ങളിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയുടെയും അതേപോലെ തന്നെ വീക്ഷണത്തിൻ്റെതാണ്. കഴിഞ്ഞ ഒരു 4-5 പ്രകടന പത്രികയുടെ പുറത്തിറങ്ങിയ പ്രകടന പത്രികയുടെ 60-70% പൊതുവായ കാര്യങ്ങളാണ്. വീട്, ഭക്ഷണം, വികസനം, ഇത് പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചത്. 2 മുന്നണി ഈ 60 വർഷം കേരളത്തിൽ 2 മുന്നണിയും മാറി മാറി ഭരിക്കുകയാണ്. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ കരുണാകരൻ തിരിച്ചു വന്ന് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടങ്ങളും 5 കൊല്ലം മാറി മാറി ഭരിക്കുകയാണ്. ശ്രീ ഷാജനും ഡാനിയലും സൂചിച്ചതുപോലെ ഈ തൃശ്ശൂരിൻ്റെ വികസനത്തിലും ഈ മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിലും
പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം പറയണല്ലോ, 5 കൊല്ലം മുമ്പ് ഷാജിന്റെ പാർട്ടിയാണ് ഭരിച്ചത്, ഇടതുപക്ഷമാണ് ഭരിച്ചത്. അന്ന് ഈ റോഡൊന്നും ചിന്തിച്ചിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഇനി ചോദ്യം മാത്രമേ ചോദിക്കാവൂ, പ്രസ്താവന പാടില്ല. തൃശ്ശൂരിലെ UDFന്റെ സ്ഥാനാർത്ഥിക്കും തൃശ്ശൂർ മണ്ണിന്റെ മണമാണെന്ന് നമ്മുടെ സുഹൃത്ത് ജോൺ ഡാനിയൽ. ചിലവന്നൂർ കായലിന്റെ മണമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ട് ചിലവന്നൂർ കായലിന്റെ സമീപത്തൊരു ബംഗ്ലാവ് പണിതിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ അതിലാണ് താമസം. ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങ് ചിലവന്നൂർ കായലിലെ ബംഗ്ലാവിലായിരിക്കുമോ ഇവിടെ ആയിരിക്കുമോ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ എന്നുള്ളത് അറിയാൻ കൊള്ളാം. തീർച്ചയായും തൃശ്ശൂർക്കാരനല്ല VS സുനിൽകുമാർ. പക്ഷേ തൃശ്ശൂർ മത്സരിക്കുക അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ രാജ്യത്തുണ്ട്. കയ്പമംഗലത്ത് നിന്ന് സുനിൽ ഇവിടെ വന്ന് മത്സരിക്കുന്നു. തീർച്ചയായും സ്വാഗതാർഹമാണ്. നമ്മൾ ആരും അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അതേ സ്വാതന്ത്ര്യം പത്മജ വേണുഗോപാലിനുണ്ട്. തൃശ്ശൂരിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ മന്ദിരം, ലീഡർ വീട്, ഇവിടെ ഓഫീസ് തുറന്ന് മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാവും. എൻ്റെ ചോദ്യം ജോൺ ഡാനിയലിനോടും പി കെ ഷാജേട്ടനോടാണ്. കാരണം രണ്ടു കൂട്ടരും അതിന് മറുപടി തരേണ്ടി വരും. അങ്ങനത്തെ ചോദ്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ 140 മണ്ഡലങ്ങളിലും നിങ്ങളിവിടെ കീരിയും പാമ്പും പോലെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിലും. പക്ഷേ തൊട്ടപ്പുറത്ത് ബംഗാളിൽ കടന്നാൽ ഒരു വടിയുടെ കുടക്കീഴിൽ ഈ 2 കൊടികൾ ഒരുമിച്ച് കെട്ടിക്കൊണ്ട് നിങ്ങളവിടെ ഒരുമിച്ച് പ്രചരണം നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മധുവിധു ആഘോഷിക്കുകയാണ്. ദേശീയ രാഷ്ട്രത്തിലെയും പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കും. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും സവിശേഷമായൊരു സാഹചര്യമാണ് ഇത് ബംഗാളിൽ നിലനിൽക്കുന്നത്. ജനാധിപത്യം എന്ന ഒന്ന് അവിടെ ഇല്ലാണ്ടായി. ഉറപ്പായും തരും. അവിടെ CPIMനെ തകർക്കാൻ വേണ്ടി ബിന്ദ്രം വാലയെ പോലെ ഇറക്കുമതി ചെയ്തതാണ് മമതാ ബാനർജിയെ. എല്ലാ ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾക്കും സഹായിക്കായിരുന്നു എന്ന് BJP അടക്കമുള്ളവർ വിസ്മരിക്കരുത്. വളർന്നു പന്തലിച്ച് വന്ന് ഭരണം അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കും BJPക്കും വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മമതാ ബാനർജിയോട് ചോദിക്കണം എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് ജനാധിപത്യത്തിന് വേണ്ടി പോരാടുകയാണ്. എവിടെ ബംഗാളിൽ പോരാടുകയാണ് ജനാധിപത്യത്തിന് വേണ്ടി. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജനാധിപത്യം പാഴുന്നതിന് വേണ്ടി പോരാടുകയാണ്. ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയത് ഇന്ത്യ രാജ്യത്തെ സമസ്ത മേഖലയിലെ ജനങ്ങളാണ്. അടിയന്തരാവസ്ഥ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം തകർക്കപ്പെട്ടപ്പോ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ട് BJP ഈ ബംഗാളിൽ എനിക്ക് 60 വയസ്സായി. 35 വയസ്സുള്ളപ്പോൾ തൊട്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഞാനൊരു MLA കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും കുടിവെള്ളം അപൂർവ വസ്തുവാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഷാജിനോടാണ്. നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തൃശ്ശൂരിൻ്റെ കുടിവെള്ള പ്രതിവിധിക്ക് എന്ത് പ്രതിവിധിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചാൽ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കായലിൽ 370 ഏക്കർ സ്ഥലം വാങ്ങുവാൻ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയ നെല്ലിയാമ്പതിയിലെ കരുണ എസ്റ്റേറ്റിലെ 853 ഏക്കർ ഭൂമിയും അരമടക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള പിരമേട് താലൂക്കിലെ ഹോപ്പ് പ്ലാന്റേഷൻ 750 ഏക്കർ എന്ത് വികസനമാണ്? മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്തിട്ടുള്ള കടുംവെട്ട് തീരുമാനങ്ങളെ കുറിച്ചാണ്. ഒരു കടുംവെട്ടും വെട്ടിയിട്ടില്ല. ജനകീയമായ തീരുമാനം എടുക്കുന്നതോടൊപ്പം പെൻഡിങ്ങിലിരുന്ന തീരുമാനങ്ങൾ ആ മന്ത്രിസഭ നടപ്പിലാക്കിയിട്ടുള്ളൂ. പക്ഷെ അതിൽ വിവാദങ്ങളായ ചർച്ചയായ മാറ്റേണ്ട തീരുമാനങ്ങൾ ഈ സർക്കാർ മാറ്റിയിട്ടുമുണ്ട്. ഏത് കാര്യം ഒരിക്കലുമില്ല. ഈ സർക്കാർ വികസന പ്രവർത്തനങ്ങളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം മാട്ടിറച്ചിയും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ കന്നുകാലി കച്ചവടക്കാരായ 2 മുസ്ലിം യുവാക്കളെ ഈ കെട്ടിത്തൂക്കി കൊന്ന രീതിയിലുള്ള ഭരണമായിരിക്കോ BJP സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുക? BJP ബീഫിനെതിരല്ല. അതേസമയം തന്നെ ഇന്ത്യയിലെ മിക്കവാറും 80% സംസ്ഥാനങ്ങളിലും ഗോവധം നിരോധിച്ചിട്ടുണ്ട്.
അതിനെ BJP പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP അധിക്ഷേപിക്കുന്ന യാതൊരുവിധ കാര്യവുമില്ല. ഈ മണ്ഡലത്തിൽ BJP ജയിച്ച ബീഫ് കഴിക്കാൻ പറ്റൂ? ഒരു സംശയമുണ്ട്, സുഖത്തിന് വയറ് നിറച്ച് കഴിക്കാം. തൃശ്ശൂരിന്റെ ടൗണ് ആകെ കഴിഞ്ഞ 5 വർഷം മാലിന്യ കൂമ്പാരങ്ങളുടെ കൂട്ടങ്ങളായിരുന്നു. എന്തേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല? മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കറുത്ത പുക ഉയർന്നില്ല എന്നത് വസ്തുതയായിരിക്കാം, പക്ഷെ നഗരത്തിലാകെ മാലിന്യമായിരുന്നു എന്നതാണ്. നഗരത്തിൽ അങ്ങനെ കാര്യമായി കറുത്ത ആരോപണങ്ങളായി പലതും ഉന്നയിക്കാന്നല്ലാതെ ഞാൻ നഗരത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ അങ്ങനെ കാര്യമായ ഒരു മാലിന്യത്തിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നാൽ ഈ ടൗണുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് സമഗ്രമായി എന്തെങ്കിലും നയങ്ങളോ പരിപാടികളോ നിങ്ങൾക്ക് കൊണ്ടുവരുമെന്നേ അവർ പറയൂ. ഈ ഗതാഗത കുരുക്ക് ഇല്ലായ്മ ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങളുടെ നിയോജക മണ്ഡലം പ്രകടന പത്രികയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നാൽ ചേട്ടാ ഒരു വഴക്ക് പറയാം, പിന്നീട് പറയാലോ. ഒരുമിച്ച് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ് പറയട്ടെ, ഉത്തരം പറയട്ടെ. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സമഗ്രമായ പദ്ധതി കൊണ്ടുവരും. 7 മാസം കൊണ്ട് 25 കൊല്ലം MLA നിലനിൽക്കിടാത്ത ഒരാളുടെ പ്രതിനിധിയെ ചെന്നൈ ചോദിക്കുന്നത്. 25 കൊല്ലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ 25 കൊല്ലം 500 നഗരങ്ങളെ ദത്തെടുത്തിട്ടുണ്ട്. 25 കൊല്ലം MLAക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വികസനം കൊട്ടേഷനാണോ? ഗോപപ്രതാപനെ കൊല്ലാൻ 10 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു. ഇതാണോ നിങ്ങളുടെ വികസനം? ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞ് കോൺഗ്രസിനെ അങ്ങനെ പേടിപ്പെടുത്താമെന്ന് വയ്ക്കണം. കോൺഗ്രസിന്റെ സംസ്കാരം അക്രമമല്ല, അതുകൊണ്ട് കോൺഗ്രസിന് പേടിയുമില്ല. ഈ അക്രമ സംസ്കാരത്തിന്റെ വക്താക്കൾ സംസ്കാരത്തിന്റെ വക്താക്കൾ ഞങ്ങളോട് ഈ അക്രമത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അതിനെ കുറിച്ച് വലിയ ഭയമോ ഞങ്ങൾ അക്രമത്തിനെതിരാണ്. ആക്രമിച്ചവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല, ആക്രമിച്ചവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൊലപാതക കേസിൽ അകത്ത് പോയിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ അരിഞ്ഞു കൊല്ലുന്ന സാഹചര്യം ഈ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായില്ലേ? 3 പേരെ കൊന്നിട്ടു. ആ കൊന്നവർ കോൺഗ്രസിന്റെ ഈ മദ്യനയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? അച്യുതാനന്ദനൊപ്പാണോ അതോ മദ്യനയത്തിലെ നിലപാടിനെ സംബന്ധിച്ച് അറിയാനാ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറയാം. ഓളിടാനായിരിക്കുന്ന വെച്ചാൽ ശരിയാവില്ല, ചങ്ങായിരുന്നു പിടിച്ചോളാം. വളരെ സമാധാനപ്രിയര എങ്ങനെ ഹിസ്റ്റീരിയ ബാധിച്ചോളാം. നിങ്ങൾ വന്നാൽ ബാർ തുറക്കുമോ എന്നാണ് സിമ്പിളായ ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രിയാത്മകമായ നിലപാടെടുത്തിട്ടുണ്ട്. ഏത് കാലത്തും. ഒന്ന്, സാക്ഷരതാ പ്രശ്നം. കേരളത്തിലെ എല്ലാവർക്കും സാക്ഷരത വേണമെന്ന് പറഞ്ഞപ്പോ കളിയാക്കി. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട് സാക്ഷരത നടപ്പാക്കി. രണ്ടാമത്, ജൈവ പച്ചക്കറി കൃഷി ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കി. മൂന്നാമത്, ഈ മദ്യത്തിന്റെ പ്രശ്നം വന്നപ്പോ നിരോധനം കേരളത്തിൽ CPIM-നെ സംബന്ധിച്ച് ഒരു നയമുള്ളൂ. ജനാധിപത്യ മുന്നണി മദ്യവർജനമാണ് CPIM-ന്റെ നയം. LDF വരും, എല്ലാം ശരിയാക്കുന്നതാണ്. ഇപ്പൊ ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഈ ചെറിയൊരു കാലയളവിൽ കണ്ണൂര് കാലശ്ശേരി ഭാഗം, അതായത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ബോംബുകളും ആയുധങ്ങളും കണ്ടമാനം പോലീസ് പിടിച്ചെടുക്കണം. അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പ് കൊടുങ്ങല്ലൂര് NDA സ്ഥാനാർത്ഥിയെ നേരെ ആക്രമിച്ചു വിട്ടു. ഇന്നലെ കണ്ണൂർ തന്നെ തലശ്ശേരിയില് അക്രമരാഷ്ട്രീയത്തിനെ കുറിച്ച സദാനന്ദ മാഷ വാഹന വ്യൂസിന് നേരെ ആക്രമിച്ചു വിട്ടു. അപ്പൊ ഇവരെ ഈ മുദ്രാവാക്യം മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ ഇലക്ഷനോട് എല്ലാവരെയും ശരിയാക്കുന്നതാണോ എന്നാണ്. അച്യുതാനന്ദനെയും ശരിയാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു ഓർമ്മയാണ്. കേരളത്തിലെ പറയാനുള്ള കാര്യം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ ഏറ്റവും നല്ല ക്രമസമാധാന പാലനത്തിനുള്ള അവാർഡ് കിട്ടിയതാണ് കോടിയേരി ബാലകൃഷ്ണന്. ഈ 5 വർഷമായിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില 4 ഇരട്ടി വർദ്ധിച്ചു.
ഈ മൂന്ന് കക്ഷികൾ ആരധികാരത്തിൽ വന്നാലും ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി എന്താ ചെയ്യുക? ആദ്യം അതിന് നിങ്ങൾ ഉത്തരം പറയൂ. കാരണം വിലക്കയറ്റം ഏറ്റവും കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലുണ്ട്. അത് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. കാരണം ഈ ആനുപാതികമായിട്ട് മറ്റൊന്ന് പറയാം, സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നത് ശരിയല്ല. ഒരു വിരൽ ചൂടുന്നതിന് മുമ്പ് സ്വന്തം നേരെ എത്ര വില ചൂട് ആലോചിച്ച് നോക്കാം. സംസ്ഥാനങ്ങളുടെ നികുതി കുറയ്ക്കുന്നില്ല എന്നതാണ് താങ്കളുടെ വിമർശനം. മറ്റൊന്ന്, നിരവധി പ്രാവശ്യം ഇപ്പോ എൻ ഡി എ ഗവൺമെന്റ് അതിനകത്ത് വന്ന ശേഷം ചുരുങ്ങിയത് 16 പ്രാവശ്യമെങ്കിലും വില കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ആനുപാതികമായി ചെറിയ സംഖ്യ കൂട്ടിയിട്ടുണ്ടാകാം അന്താരാഷ്ട്ര മാർക്കറ്റ്. മറ്റൊന്ന് പറയാം, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. ഉമ്മൻചാണ്ടി സർക്കാർ നികുതി കുറയ്ക്കുന്നില്ല, വിമർശനം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു? ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ഗോവ ചൂണ്ടിക്കാണിച്ചു. ഗോവയിലെ പെട്രോൾ വില കുറവാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാനം നടപ്പിലാക്കുന്നില്ല? ഞാനൊരു സാധാരണ തൊഴിലാളിയാണ്. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി വർഗം, സംഘപരിവാറും INTUCയും അടക്കമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കേന്ദ്രത്തിലെയും സംസ്ഥാന സർക്കാരുകളിലും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുമ്പോൾ എന്തിന് തൊഴിലാളികൾ കോൺഗ്രസിനും BJPക്കും വോട്ട് ചെയ്യണം? അതാണ് ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഇന്ന് കേന്ദ്രത്തിലുള്ള NDA സർക്കാരിന് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ESI സ്കീം ഇന്ത്യയിൽ ആദ്യമായി ESI സ്കീം, അത് തന്നെയാണ് തൊഴിലാളി സേന ഏറ്റവും പ്രത്യേക ഉദാഹരണം. തൊഴിലാളികളുടെ സംഘടന സമരം പ്രഖ്യാപിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കിയതാണ് ഓട്ടോറിക്ഷ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, അംഗൻവാടി ESI സ്കീം നടപ്പിലാക്കിയ സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. നിങ്ങൾ അധികാരത്തിൽ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞു. ഇതുവരെ നിങ്ങൾ നടപടി ചിദംബരവും മണിശങ്കർ അയ്യറും അമിതാഭ് ബച്ചനും കള്ളപ്പണം സൂക്ഷിക്കുന്ന തെളിവ് കൊണ്ടുവന്നത് BJP ഭരിക്കുമ്പോഴാണ്. ഇനി പുറത്തു വരാൻ പോകുക സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കള്ളപ്പണ നിക്ഷേപം പുറത്തു വരാൻ പോകുക. ഞാൻ പ്രകൃതി സ്നേഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ കോൺഗ്രസിന്റെ ഭരണത്തെ ഭയപ്പെടുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളമില്ല, പാടങ്ങൾ നിരത്തുന്നത്. അതിന്റെ പ്രധാന കാരണം പാടങ്ങൾ നിരത്തുന്നത് അപ്പൊ ഇപ്പം കോടപോക്കിലും എത്രാങ്കായലും വരെ നിർത്താനാണ് കോൺഗ്രസ് തയ്യാറായത്. പ്രകൃതിയെ പിന്നെ വിറ്റുകൊണ്ടുള്ള പ്രകൃതി സംരക്ഷിക്കാതെയുള്ള ഒരു നയം സർക്കാരിനില്ല. മെത്രാങ്കായലടക്കമുള്ള വിഷയങ്ങളിൽ ആ തീരുമാനം പിൻവലിച്ച സർക്കാരാണിത്. ആ സർക്കാരാണ്, അതിലെന്താ സംശയം? ഇങ്ങനെ പിൻവലിക്കാൻ വേണ്ടി മാത്രം ഉത്തരവുകളാണ്. തെറ്റായ തീരുമാനങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ലേ? ഈ ചർച്ച അവസാനിപ്പിച്ച ജോൺ ഡാനിയൽ, ഒരു മിനിറ്റിൽ എന്തുകൊണ്ട് UDFന് വീണ്ടും ജനങ്ങൾ തൃശ്ശൂരിൽ വോട്ട് ചെയ്യണം? വളരുന്ന കേരളത്തിന് വേണ്ടി, വികസന കേരളത്തിന് വേണ്ടി, സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി കേരളത്തിനെ നിങ്ങൾ മദ്യം നിരോധിച്ച വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പിയ, അങ്ങനെ ചികിത്സാ രംഗത്ത് നൂതനമായ പിന്നെ പരിപാടികൾ നടപ്പിലാക്കിയ, കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയ, സൗജന്യ മരുന്ന് നടപ്പിലാക്കിയ ഈ നാടിൻ്റെ സർക്കാരിന്, ഉമ്മൻചാണ്ടി സർക്കാരിന്, ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ അധികാരത്തിലേറ്റുവാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതിരഹിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി കേരളത്തിൽ കൊണ്ടുവരും. കേരളത്തിലെ മാലിന്യ വിമുക്ത കേരളമാക്കാനായിട്ട് ശ്രമിക്കും. കേരളത്തിലെ വൈഫൈ അടക്കമുള്ള പദ്ധതികൾ നല്ല നിലയിൽ നടപ്പാക്കാനുള്ള നടപടികൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ കൊടുക്കാൻ പറ്റാത്ത തൊഴിലാണ് കേരളത്തിൽ കൊടുക്കാൻ പറ്റാത്ത പരിപാടിയാണ്. സോറി, ഓക്കെ. ജോൺ ഡാനിയൽ ഇത്തിരി മര്യാദക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചു. ഈ കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. 150 കോടി രൂപ ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി 4% പലിശയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തെ അഴിമതി വിമുക്തമായ ഒരു സമ്പൽ സമൃദ്ധമായ കേരളം കെട്ടിപ്പടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഒരു പോസിറ്റീവായിട്ടൊരു ബദലില്ല എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 28 ലക്ഷം വോട്ട് നേടിയ ശക്തമായ പ്രസ്ഥാനം NDA മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേന്ദ്രവുമായി സഹകരിച്ചു പോകുന്ന കേന്ദ്രത്തിലെ NDA സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ നയപരിപാടികൾ അവരുമായി സഹകരിച്ച് കേരളം നടപ്പാക്കാൻ കരുത്തുറ്റ ഒരു ഭരണം ആവശ്യമാണ്. ആ ഭരണം നൽകാനായിട്ട് NDA സർക്കാരിന് കഴിയും. അതിന് തക്ക മുദ്രാവാക്യങ്ങൾ അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, തുല്യനീതി, ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഈ വിജയം അനിവാര്യമാണ്, സാധ്യമാകുന്നത്. കേരള കുരുക്ഷേത്രം തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പൂർണ്ണമാവുകയാണ്.
ഈ ചർച്ചയുടെ സ്വഭാവം ഇവിടുത്തെ രാഷ്ട്രീയ മനസ്സെന്താണെന്ന് വ്യക്തമാക്കി തരുന്നുമുണ്ട്. വിധി വരും വരെ കാത്തിരിക്കാം. മുന്നണികളുടെ ആത്മവിശ്വാസം അവരെ തുണയ്ക്കട്ടെ. വീണ്ടും അടുത്ത മണ്ഡലത്തിൽ. നന്ദി, നമസ്കാരം.